ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ കപ്പലുകൾ രാജ്യത്തേക്ക് എത്തിക്കാൻ ഇറാനുമായി കേന്ദ്രം ചർച്ചകൾ തുടരുകയാണ്. പാചകവാതക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അതേസമയം LPG സിലിണ്ടറുകളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ലോക്സഭയിൽ പറഞ്ഞത് രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പെട്രോളിയം മന്ത്രാലയം ആ രീതിയിൽ ഈ LPG പ്രതിസന്ധി ഇല്ല എന്നും പറയുന്നു. പക്ഷെ അപ്പോഴും ഹോട്ടലുകൾ പൂട്ടുന്നു, മറ്റ് പല സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയിലുമാണ്. എന്താണ് യഥാർത്ഥ വസ്തുത? പ്രജിൻ, രാജ്യത്തെ ഈ ഇന്ധന പ്രതിസന്ധിയെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി ഒരു അന്തർ മന്ത്രാലയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഷിപ്പിംഗ് മന്ത്രാലയം, പെട്രോളിയം മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയവും ചേർന്ന സമിതി പ്രതിദിന വാർത്താ സമ്മേളനത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. അതിൽ പെട്രോളിയം ഡീസൽ ഉൽപാദനത്തിൽ രാജ്യം ഇപ്പോൾ സ്വയം പര്യാപ്തം ആണ് എന്നും മുഴുവൻ ശുദ്ധീകരണശാലകളും 100% ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുമാണ് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചത്. പ്രകൃതിവാതകങ്ങൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ LPG പ്രതിസന്ധി നേരിടുന്നവർ PNG കണക്ഷനുകൾ എടുക്കണം എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നത്. ഒപ്പം തന്നെ നിലവിലെ LPG ഉൽപാദനം 30% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതായും പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാനുള്ള ആവശ്യമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.